ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ കുംഭം രാശി സ്ഥിതി കൊണ്ട് കണ്ടകശനി അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. കണ്ടകശനി 2.5 വർഷത്തേനാണ്. ഇപ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങിയിട്ട് 1.5 വർഷം ആയിരിക്കും. അത് ഇനി 1 വർഷം കൂടി, അത് 2025 മാർച്ച് മാസം 30-ാം തീയതി വരെ ആണ് ആ കുംഭം രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നു. കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സപ്തമ ഭാവത്തിലാണ് ശനി ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക്. അത് ഒരു തരത്തിൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശനി അങ്ങനെ വരുന്നത് ചില കാര്യങ്ങൾക്ക് പാരമ്പര്യ രീതി അനുസരിച്ചുള്ള ജീവിതത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ നല്ലതാണ്. അതായത് പാരമ്പര്യ രീതി അനുസരിച്ച് വിവാഹം നടക്കുക, വിട്ടുവീഴ്ചയിലൂടെ, ക്ഷമയിലൂടെ, അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുക, അങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളും സൂചകമാണ്. അതായത് ജന്മനക്ഷത്രത്തിൻ്റെ സപ്തമഭാവത്തിൽ പാവന്മാർ സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹം നടത്തുക അത്ര ഗുണകരമല്ല. അത് മുഖാന്തരം വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകും. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹാലോചന ഒരു 10, 28 അല്ലെങ്കിൽ 30 വയസ്സാവുമ്പോൾ ആരംഭിക്കുന്നവർക്കാണ് എങ്കിൽ 2.5 കൊല്ലം തടസ്സപ്പെട്ടു പോയാൽ പിന്നെയും പ്രായം മുമ്പോട്ട് പോയില്ലേ. അതൊക്കെ വളരെ നോക്കി വേണം വിവാഹം ആലോചിക്കുവാനും വിവാഹം നടത്തുവാനും. അതുകൊണ്ട് കണ്ടകശനി ഒരു പ്രധാന കാര്യമാണ്. അതിന് 1 വർഷം കൂടിയുണ്ട് ഈ ചിങ്ങം രാശിക്കാർക്ക് മാറുന്നത്. എന്നിരുന്നാലും ഈ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്, അത് ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 10-ാം ഇടത്താണ്. 10-ാം ഇടത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി പൂർണ്ണ തൃപ്തികരമല്ല, അത് മധ്യമമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ, അതായത് തൊഴിൽ കാര്യങ്ങൾക്കും മറ്റും ഒക്കെ അഭിവൃദ്ധികരമാണ് എങ്കിലും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ തികയാതെ വരിക, അങ്ങനെയൊക്കെ സൂചിപ്പിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം ഓരോ കാര്യം. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് വരുമാനം തികയാതെ വരുന്നത് സ്വാഭാവികമാണ്. കുട്ടികളൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പല രീതിയിലുള്ള ചിലവുകൾ, അതൊക്കെ കരുതലാക്കി ലഭിക്കുന്ന പണം വളരെ ചുരുക്കി വേണം മുമ്പോട്ട് പോയാൽ വലിയ വലിയ ബാധ്യതകളും ബ്ലേഡുകാരെ സമീപിക്കാതെയും പിന്നീട് വരുന്ന ഒരു നല്ല സമയത്ത് സന്തോഷകരമായി ജീവിക്കുവാനും കടങ്ങളില്ലാതിരിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. കടങ്ങൾ വന്നാൽ കടം വീടുക മാത്രമല്ല, അതിനുള്ള പലിശ കൂടെ അടയ്ക്കേണ്ടി വരും. അത് ചിലപ്പോൾ വരുമാനത്തിൻ്റെ വലിയ ഭാഗം നഷ്ടപ്പെടുത്തിക്കളയും. അതുകൊണ്ട് ഏറ്റവും ജാഗ്രത. 1 വർഷം കൂടിയേ ഉള്ളൂ കണ്ടകശനി. അത് ഇനി ശനിയുടെ ദോഷങ്ങൾ കുറഞ്ഞു വരികയാണ്. പ്രധാന ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഗൃഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായാലും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ ധാരാളം വിളിക്കാറുണ്ട്. ചിങ്ങം രാശിക്കാരെ വളരെയധികം തൊഴിൽപരമായിട്ട് വളരെയധികം ക്ഷീണത്തിലാണ്, പണം വന്നു ചേരുന്നില്ല. വർക്ക്, അതായത് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും മെക്കാനിക്കൽ വിഭാഗത്തിൽ മറ്റ് ഇതര തൊഴിലുകൾ ചെയ്യുന്നവർക്കൊക്കെ വാഹന സംബന്ധമായിട്ടും, അതുപോലെ ഗൃഹം നിർമ്മിക്കുന്ന കാര്യങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, അങ്ങനെ നിരവധി നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ഗൃഹം പുതിയതായിട്ട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, തടസ്സപ്പെട്ട് കിടന്നവർക്കൊക്കെ ഇനിയിപ്പോൾ ശനിയുടെ ബലം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട്
വീടിൻ്റെ പണി ആരംഭിക്കാം, വിവാഹാലോചനകൾ ആരംഭിക്കാം, പുതിയ പുതിയ പദ്ധതികളായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ പുതിയ വാഹനങ്ങൾ എടുത്ത് ഓട്ടത്തിന് പോവുകയോ മറ്റ് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുകയോ പുതിയ പുതിയ ജോലികൾക്കായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല ജോലികൾ ലഭിക്കുകയും പരമാവധി വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും. 7ാം ഭാവമായ സപ്തമഭാവം, അത് കുംഭം രാശി, ചിങ്ങൻ രാശിക്ക് സപ്തമഭാവത്തിൽ നിന്നുകൊണ്ട് ശനി പൂർണ്ണ ദൃഷ്ടിയാണ് 9ാം ഭാവത്തിലേക്ക് കൊടുക്കുന്നത്. ആയതിനാൽ പല കാര്യങ്ങൾക്കും ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക ശനിയുടെ ബന്ധം കൊണ്ട്. അതിനൊക്കെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നീരാഞ്ജനം തെളിയിക്കുക, ധർമ്മശാസ്താവൻ നീരാഞ്ജനം തെളിയിക്കുക, ശനിയാഴ്ച വ്രതമെടുക്കുക അവരവരാൾ കഴിയാവുന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് ഗണപതി ഹോമം വഴിപാടുകൾ ചെയ്യുക. സ്വയാർജിതമായിട്ട് ശക്തി പ്രാപിക്കുക, സ്വയം ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മൾ ചെയ്യേണ്ട ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന സ്വഭാവ രീതിയാണ് നിങ്ങൾക്ക് എങ്കിൽ കണ്ടകശനിക്കാലത്ത് പരാജയങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യുക, അപ്പോൾ വിജയം സുനിശ്ചിതമായും വരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ശനി ദോഷങ്ങൾ മാറുന്നതിനും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിനുമായി. അതുപോലെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്, ഗ്രഹങ്ങളുടെ ഗോചരാലുള്ള ഫലങ്ങൾ. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ജാതകാലുള്ള ദശാകാലത്തിൻ്റെയും അപഹാരത്തിൻ്റെയും ഭാഗ്യാവസ്ഥകളും രാജയോഗങ്ങളും ഒക്കെ അറിയുവാൻ. അങ്ങനെ രാജയോഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, അത് സംഭവിക്കുവാനുള്ള സമയമായോ, തടസ്സങ്ങൾ മാറുവാനും പുരോഗതിയെക്കുറിച്ച് അറിയുവാനും ജാതകം പരിശോധിക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു.